സഹോദരങ്ങളെ, അതുകൊണ്ട് ദുആ എന്ന് പറയുമ്പോ അല്ലാഹുവിനോട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ശൈലി ഏതാണ്? പരമാവധി പടച്ചവനെ പുകഴ്ത്തുക. അല്ലാഹ് നീ സ്നേഹസമ്പന്നനാണ്, കരുണാമയനാണ്, അടിമകളോട് ദയയുള്ളവനാണ്. അല്ലാഹുവേ, നീയേ ഉള്ളൂ ഞങ്ങളെ രക്ഷിക്കാൻ, നിനക്കേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ, നീ ഞങ്ങളുടെ സൃഷ്ടാവാണ്. ഇങ്ങനെ അറിയുന്ന ഭാഷയിൽ റബ്ബിനെ പുകഴ്ത്തുക. ഫാത്തിഹയിലും അങ്ങനെയാണ്. മാലിക് യൗമിദ്ദീൻ, ഉടമസ്ഥനായ അല്ലാഹ് നീയാണ്, പുനരുദ്ധാരണ ദിവസത്തിന്റെ അധിപൻ നീയാണ്. ഇയ്യാക നഅ്ബുദു, നിന്നോടല്ലാതെ ഞങ്ങൾ ആരുടെ മുന്നിലും ശിരസ കുനിക്കൂല. വഇയ്യാക നസ്തഈൻ, നിന്നോടല്ലാതെ ഞങ്ങൾ ദുനിയാവിന്റെ ആഖിറത്തിന്റെ ഒരു കാര്യവും ചോദിക്കുകയുമില്ല. ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. ഇത്രയും അങ്ങോട്ട് പുകഴ്ത്തി വെച്ചിട്ട് റബ്ബിനോട് പറയാ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് ഹിദായത്ത് താ. ഇതാണ് ദുആ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട അയ്യൂബ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ചെയ്യാനുള്ളത്, സഹോദരങ്ങളെ, റബ്ബിനെ പരമാവധി പുകഴ്ത്തുക. ഇനി രണ്ടാമത്തെ പ്രവാചകൻ ആരാ? അടുത്ത ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. യൂനുസ് നബി അലൈഹിസ്സലാം, ദന്നൂൻ എന്ന് പറഞ്ഞാൽ യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത എന്ത്? യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല കടലിൽ വലിച്ചെറിയാനുള്ള തീരുമാനമെടുത്തു. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കടലിൽ വലിച്ചെറിയണം. ശ്രദ്ധിക്ക്, കടലിൽ വലിച്ചെറിയാൻ തീരുമാനം എടുക്കുമ്പോ അല്ലാഹു എന്താ ചെയ്തെന്നറിയോ? മത്സ്യത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഏയ്, എന്റെ യൂനുസിന്റെ രോമം കൊഴിയരുത്, എന്റെ യൂനുസിന്റെ മാംസം ചതയരുത്, എന്റെ യൂനുസിന്റെ എല്ല് പൊട്ടരുത്, നീ നന്നായിട്ട് കെയർ ചെയ്തോളണം. അള്ളാഹുവിന്റെ നിർദ്ദേശം മത്സ്യത്തിന്. സുബ്ഹാനല്ലാഹ്, വിഴുങ്ങി നേരെ മത്സ്യം കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ, കടലിന്റെ അടിത്തട്ടില, അവിടെ ചെന്നപ്പോ എന്തോ ഒരു മർമ്മര ശബ്ദം, എന്തോ ഒരു വല്ലാത്തൊരു ശബ്ദം, ഒരു ചലപില കേൾക്കുന്നു. എന്താന്നറിയാൻ വേണ്ടിയിട്ട് അയ്യൂബിനെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബേ, ഇതെന്താണ്? മഹാനായ റബ്ബേ, ഇതെന്താണ് ഈ കേൾക്കുന്നത്? ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ഹാദാ തസ്ബീഹു ദവാബിൽ മാ, ഇത് കടലിലെ പരൽ മത്സ്യങ്ങളും വലിയ വലിയ ഹിംസ്രജന്തുക്കളും നീലത്തിമിംഗലം പോലുള്ള വലിയ ഭീമാകാരമായ ജീവികളും എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നതാണ്. കടലിന്റെ അടിയില് മത്സ്യങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നത് യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് കേട്ടു. ആ സെക്കൻഡിൽ യൂനുസ് നബി വിളിച്ചു പറഞ്ഞ എന്താണെന്നറിയോ? വനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഇരുളുകളിൽ കിടന്ന് യൂനുസ് നബി വിളിക്കുകയാ. ഒന്ന് രാത്രിയുടെ ഇരുള്, രണ്ട് മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഇരുള്, മൂന്നാമത്തേത് കടലിന്റെ അടിത്തട്ടാകുന്ന ഇരുള്. ഈ മൂന്ന് ഇരുളുകളിൽ കിടന്ന് യൂനുസ് നബി വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ അക്രമിയായി പോയി, നീ എത്ര പരിശുദ്ധനാണ്. ഇതാര് കേട്ടു? മലായികത്തുകൾ കേട്ടു. കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന യൂനുസ് നബിയുടെ മർമ്മര ശബ്ദമാര് കേട്ടു? ആ കടലിന്റെ അടിത്തട്ടിന്റെ മത്സ്യങ്ങളുടെ തസ്ബീഹാകുന്ന മർമ്മര ശബ്ദം വയറ്റിൽ കിടന്ന് യൂനുസ് നബി കേട്ടതുപോലെ യൂനുസ് നബിയാകുന്ന പ്രവാചകനെ വയറ്റിൽ കിടന്ന് ചൊല്ലിയ തസ്ബീഹിന്റെ അലയൊലികൾ ഏഴാകാശങ്ങൾക്ക് മുകളിൽ അല്ലാഹുവിന്റെ മലായികത്തുകളെ കേട്ടു ചോദിച്ചു, മഹാനായ റബ്ബ്, ഇതെന്തായി കേൾക്കുന്നത്? ഇന്നാ നസ്മഉ സൗതൻ ലഈഫൻ ബിഅർദിൻ ഗരീബ. ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ശബ്ദം കേൾക്കുന്നല്ലോ, ഇതെന്താണ്? ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ഇതെന്റെ യൂനുസ് ചൊല്ലുന്ന തസ്ബീഹാണ്, ഇതെന്റെ യൂനുസ് ചൊല്ലുന്ന തസ്ബീഹാണ്. സഹോദരങ്ങളെ, മലായികത്തുകൾ പറഞ്ഞു, ഞങ്ങളുടെ യൂനുസിനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു ഉടൻ തന്നെ ഉത്തരം കൊടുത്തു. എന്തെന്നറിയോ? ഫസ്തജബ്നാ ലഹു, യൂനുസ് നബിക്ക് നാം ഉടനെ ഉത്തരം കൊടുത്തു. വനജൈനാഹു മിനൽ ഗമ്മി, ആ മനക്ലേശത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, നാട്ടുകല്ലിലുള്ളവരുടെ ക്ലേശം മാറ്റിത്തരാനും അല്ലാഹുക്ക് കഴിയും.
അള്ളാഹ്ക്ക് കഴിയും. അപ്പോ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആ ഉദരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. മറ്റൊരായത്തിൽ കാണാം ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. മഹാനായ യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ലോകം അവസാനിക്കുന്നത് വരെയും അദ്ദേഹത്തിന്റെ ഖബർ മത്സ്യത്തിന്റെ വയറാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ തസ്ബീഹ് ചൊല്ലിയപ്പോൾ അല്ലാഹു രക്ഷപ്പെടുത്തി. തസ്ബീഹ് ചൊല്ലിയപ്പോൾ അല്ലാഹു രക്ഷപ്പെടുത്തി. നിങ്ങൾ നോക്ക്, ഇവിടെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ എന്താണ്? ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ആരാ രക്ഷപ്പെടുക? നടുകടൽ അല്ല, കടലിന്റെ അടിത്തട്ട്, മത്സ്യത്തിന്റെ ഉദരം. മത്സ്യത്തിന്റെ വയറ് കീറിയിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയാൽ തന്നെ വെള്ളത്തിലല്ലേ വീഴുള്ളൂ, അല്ലേ? അപ്പൊ പ്രതിസന്ധിയുടെ മേൽ പ്രതിസന്ധി, വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോ യൂനുസ് നബിയുടെ ദുആ അല്ലാഹ് കേട്ടത് എന്തുകൊണ്ടാ? യൂനുസ് നബി ദുആ ചെയ്ത ശൈലിയിൽ രണ്ടാമത്തേതാണ് നമ്മുടെ ശൈലിയിൽ കൊണ്ടുവരേണ്ട രണ്ടാമത്തെ ശൈലി ഏതെന്നറിയോ? യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ അക്രമിയാണ്, ഞാൻ മോശപ്പെട്ടവനാണ്, ഞാൻ ധിക്കാരിയാണ്, ഞാൻ തെമ്മാടിയാണ്, ഞാൻ അഹങ്കാരിയാണ്, ഞാൻ കൊള്ളാത്തവനാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ ലഈഫാണ്, ഞാൻ ഫഖീറാണ്. ഇങ്ങനെ നമ്മളെ ന്യൂനതകൾ റബ്ബിനോട് പറയണം. മനസ്സിലായില്ലേ? അപ്പൊ രണ്ടാമത്തെ ദുആ ശൈലി എങ്ങനെ? യൂനുസ് നബിയുടെ ശൈലി എന്താ? നമ്മുടെ കുറവുകൾ റബ്ബിനോട് പറയുക. ഒന്ന്, അള്ളാഹുവിനെ പറ്റി പറ്റുന്ന അവസരത്തിൽ പുകഴ്ത്തുക. രണ്ട്, നമ്മുടെ ന്യൂനതകൾ അള്ളാഹുവിനോട് പറയുക. ഇത് നമ്മൾ നേരെ തിരിച്ചാണ്. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹ് നീ എന്നോട് മാത്രം എന്താ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ നിസ്കരിച്ചില്ലേ? അപ്പൊ നമ്മുടെ പോസിറ്റീവുകൾ മുന്നിൽ വെച്ചിട്ട് റബ്ബിന്റെ നെഗറ്റീവ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കാൻ എങ്ങനെ ദുആ സ്വീകരിക്കും? നമ്മൾ നേരെ തിരിക്കണം. അതിനെ അള്ളാഹിനെ പുകഴ്ത്തണം. അള്ളാഹ് നീ എന്തൊക്കെ ചെയ്താലും, നീ എന്ത് ശിക്ഷ, നീ എന്തൊക്കെ എന്നോട് കാണിച്ചാലും ഞാൻ പറയാണ് നീ സ്നേഹമുള്ളവനാ, നീ കരുണയുള്ളവനാ, നീ കാരുണ്യമുള്ളവനാ. എടാ, വീട്ടില് വേലയ്ക്ക് നിൽക്കുന്ന ഒരുത്തൻ, വീട്ടില് വേലയ്ക്ക് നിൽക്കുന്ന ഒരാൾ, അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറയാം. അത് കഴിഞ്ഞ ലോക്ക്ഡൌൺ പീരീഡിൽ നമ്മൾ അതിനെ ഒരു മനോഹരമായ പദപ്രയോഗം കൊണ്ട് അതിനെ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അതിഥി തൊഴിലാളി. ഈ അതിഥി തൊഴിലാളിയെ നമ്മളെ വീട്ടിലെ പാല് കറക്കാനോ പുരയിടം വൃത്തിയാക്കാനോ വീട് അടിച്ചു വാരാനോ ഒക്കെ ആക്കി അവനെ നമ്മൾ ഒരൊറ്റ അടിയടിച്ചു. അവന്റെ മുഖത്തേക്ക് ഒരൊറ്റ അടിയടിച്ചു വെച്ചു. അവൻ പറയാൻ, നിങ്ങൾ എത്ര വേണോ അടിച്ചോ, എനിക്ക് നിങ്ങൾ ചങ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അടിക്കുമോ? ആ അതേസമയം തിരിഞ്ഞു നിന്നിട്ട് നീ എന്തിനാ എന്നെ അടിച്ചത്, ഇനി അടിച്ച ഞാൻ നിന്നെ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യും കാലും കെട്ടിയിട്ട് അവനെ വീണ്ടും തല്ലും. പക്ഷെ അവൻ പറയാൻ, നിങ്ങൾ എത്ര എന്നെ അടിച്ചാലും, നിങ്ങൾ ആട്ടി പുറത്താക്കിയാലും എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, നിങ്ങൾ അത്രയും കരുണയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണെങ്കിൽ പിന്നെ അവന്റെ കൈ പൊങ്ങും അവനെ തല്ലാൻ. ഇതല്ലേ റബ്ബ് പറഞ്ഞത്? കിട്ടുന്ന അവസരങ്ങളിലൊക്കെ റബ്ബിനെ പുകഴ്ത്ത്, പരമാവധി പടച്ചോനെ പുകഴ്ത്ത്. എന്നിട്ട് നമ്മുടെ കുറവുകൾ പറ. അല്ലാഹുവേ, ഞാൻ അക്രമിയാൻ. ലോകത്തെ ആദ്യത്തെ പ്രാർത്ഥന ഏതാണ്? ഇതൊക്കെ പഠിക്കണം. ചുമ്മാ സിറാത്തും കബറും നരകവും സ്വർഗവും പെണ്ണുങ്ങളൊക്കെ കരഞ്ഞ് പറയൊക്കെ പിടിച്ച് മോന്ത തുടച്ചോണ്ടാ പോകുന്ന പെണ്ണുങ്ങൾ. കരഞ്ഞിട്ട് കബറ് പറഞ്ഞിട്ട് കരഞ്ഞു, സ്വർഗം പറഞ്ഞിട്ട് ഓ ഇതൊക്കെ നേടിയാ മതി, നരകം പറഞ്ഞിട്ട് പേടിച്ചു വിറച്ചിരിക്കാൻ. ഇനി സ്വർഗവും നരകവും കബറും സിറാത്തും ഒന്നുമല്ല പറയേണ്ടത്. ഈ ഉമ്മത്തിന്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ ഈ ഉമ്മത്തിന്റെ ഈമാനിന് ഇസ്തിഖാമത്തിനെ പറ്റിയാ പ്രസംഗിക്കേണ്ടത്. ഈ ഉമ്മത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ വർഗീയ ശക്തികൾ ഒരു ഭാഗത്ത് നാസ്തികവാദികൾ, ഒരു ഭാഗത്ത് സമുദായത്തിനകത്തുള്ള ബിദഈ പ്രസ്ഥാനക്കാർ നമ്മുടെ പരിശുദ്ധമായ ദീനിന്റെ സ്വത്വബോധത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോ ഈ ഉമ്മത്തിന് ഖബർ പറഞ്ഞ് സുഖിപ്പിക്കാൻ, നരകം പറഞ്ഞ് പേടിപ്പിക്കാൻ, സ്വർഗം പറഞ്ഞ് സുഖിപ്പിക്കാൻ നമ്മുടെ വേദികൾ ഉപയോഗിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞു കൊടുക്കേണ്ടത് എന്തു വന്നാലും ഈമാൻ പിടിച്ചു നിർത്താൻ എന്താ വഴി എന്ന് പറഞ്ഞു കൊടുക്കണം. അതാ പ്രസംഗിക്കേണ്ടത് ഇപ്പോ ഈ കാലഘട്ടത്തില്. അല്ലാതെ ആര് പറഞ്ഞാലും ഇതിന്റെ അഭിപ്രായമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള മുഴുവൻ വേദികളിലും ഞാൻ എന്റെ അടുത്ത് ഖബർ പറയുമ്പോൾ ഞാൻ ചോദിക്കും, പിരിവുണ്ടല്ലേ? പിരിവ് കാണും, ഇല്ലെങ്കിൽ ഖബർ പറയാൻ പറയൂലല്ലോ. ഉസ്താദെ, നിങ്ങൾ ഖബറിനെ പറ്റി അങ്ങോട്ട് പറയും. അപ്പൊ കൃത്യമായിട്ടറിയാം പള്ളി ടൈലിടാനുണ്ടെന്ന്. അപ്പൊ നമ്മുടെ വാഴലൊക്കെ എങ്ങനെയാ?
അത് മാറണം. ഇത്രയും സഹോദരങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഒരാൾ എന്ത് പ്രതിസന്ധി വന്നാലും ഈമാൻ ചോർന്നു പോകാതിരിക്കാനുള്ള ഒരു ചെറിയ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ശകലം, ഒരു പാർട്ട്, ഒരു ഹദീസിന്റെ ഒരു മുറി അവർക്ക് കിട്ടി അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അതിനപ്പുറം ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ള സർവ്വ സന്നാഹങ്ങളും നമുക്കുണ്ടാകുന്നതിനേക്കാളൊക്കെ കരണീയമതല്ലേ, അഭികാമ്യമതല്ലേ, അല്ല അനിവാര്യവുമതല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള മേഖലകളിൽ അങ്ങനെയാണ് പ്രസംഗം വെക്കേണ്ടത്. ഉസ്താദന്മാർക്ക് അങ്ങനെ വിഷയം കൊടുക്കണം, ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. എത്ര പേർക്കറിയാം മതത്തിന്റെ വിഷയങ്ങൾ? ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഉസ്താദന്മാർക്കറിയാം, ലോക്ക്ഡൌൺ സമയത്ത് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറുമ്പോ കമ്മിറ്റി മെമ്പറാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറയാണ്, നിസ്കരിക്കാൻ പള്ളിയിൽ ഉണ്ട്, അവൻ പറയാണ്, ഒരു ശ്രദ്ധയ്ക്ക് ഒരു പ്രത്യേക ശ്രദ്ധിക്കണം, ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. മുസല്ല കൊണ്ടുവരാൻ കൃത്യമായി കമ്മിറ്റിയുടെ തീരുമാനമായിരുന്നു. മുസല്ല കൊണ്ടുവരാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പുറകിൽ കസേര ഇട്ടിട്ടുണ്ട്, അവരുടെ മുഖം നിലത്ത് വെക്കരുത്, ഇരുന്ന് നിസ്കരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അള്ളാഹ് പറഞ്ഞു, കഴിവുള്ളവരാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ നിന്ന് നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ 14 ഫർളിൽ ഒന്നാണ്. നിസ്കാരത്തിന്റെ ഫർള് റുകൂഉം സുജൂദും പോലെ ഒരു ഫർളാണ് നിന്ന് നിസ്കരിക്കണം എന്നുള്ളത്. ജോയിന്റ് സെക്രട്ടറി പറയാണ്, മുസല്ല കൊണ്ടുവരാത്തവർക്കൊക്കെ ഇരുന്ന് നിസ്കരിക്കാൻ സൗകര്യം കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോ നമ്മൾ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ പിന്നെ നമ്മളല്ലാതെ ആരാ ഇത് പറയേണ്ടത്? നമ്മളല്ലാതെ ഇത് ആരാ പറയേണ്ടത്? നമ്മൾ ഏതെങ്കിലുമൊക്കെ ആളായി പോകും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തീവ്രവാദിയാ, അതൊക്കെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഇരുന്ന് നമ്മുടെ ജീവിതത്തെ, അള്ളാഹു തന്ന ആ ഒരു സൗഭാഗ്യം, ആരോഗ്യത്തെ നമ്മൾ ആ നിലയിൽ വിനിയോഗിക്കണ്ടേ? അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ പ്രവാചകൻ യൂനുസ് നബിയാണ്. അദ്ദേഹത്തിന്റെ ദുആയുടെ ശൈലി നമ്മുടെ ബലഹീനതകൾ, കുറവുകളൊക്കെ റബ്ബിനോട് പറയാം, എന്നിട്ട് ദുആ രക്കുക. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും, ഉറപ്പാ. ഇനി മൂന്നാമത്തെ നോക്ക്. ഇനി മൂന്നാമത്തേത് അള്ളാഹു പറയുകയാണ്, വസക്കരിയാ ഇദ്നാദാ റബ്ബഹു റബ്ബി ലാ തദറനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തതോർക്കൂ. എന്താ ദുആ എന്നത്? റബ്ബി ലാ തദറനി ഫർദാ, അല്ലാഹുവേ പടച്ചവനെ, നീ ഒരിക്കലും എന്നെ ഒറ്റയാനാക്കല്ലേ അല്ലാ, ഒറ്റപ്പെടുത്തി കളയല്ല റബ്ബേ, വാല് മുറിഞ്ഞവനാക്കല്ല റബ്ബേ. അല്ലാഹുവേ വഅൻത ഖൈറുൽ വാരിസീൻ, നീ അനന്തരം കൊടുക്കുന്നവരിൽ ഖൈറായവനാണ്. അല്ലാഹുവേ എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളില്ല, പടച്ചവനെ നിനക്ക് കഴിയാത്ത ഒന്നുമില്ലല്ലോ, എനിക്ക് മക്കളെ തരണേ അല്ലാ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും റബ്ബേ, എനിക്കൊരു അനന്തരമനില്ലാതെ പോകും റബ്ബേ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആയ. ആ സമയത്ത് അല്ലാഹു എന്താ പറഞ്ഞത്? അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഉത്തരം നാം ഉടനെ കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന് യഹ്യ എന്ന പേരുള്ള മോനെയും കൊടുത്തു. മറിയമിൽ പറഞ്ഞു, വലം തകു സമി, വലം യകു സമീയ, അല്ലേ? വലം തകു. ഇന്ന് വരെ അങ്ങനെ ഒരു പേര് വേറെ ആർക്കും ഇട്ടിട്ടില്ല. യഹ്യ മോനെ കൊടുക്കുക മാത്രമല്ല, പേരും കൂടെ ഇട്ട് കൊടുത്തു. പേരും കൂടെ ഇട്ട് കൊടുത്തല്ലാവൂ. ചിന്തിച്ചു നോക്ക്, മക്കളെ ജീവിതത്തിന്റെ അവസാനം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഒരു മോനെ കിട്ടുന്ന വലിയ അത്ഭുതമൊന്നും അല്ലല്ലോ. അത്ഭുതമല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സക്കരിയ നബിക്ക് മോനെ കിട്ടിയത് അത്ഭുതമാണ്. ഇബ്രാഹിം നബിക്ക് മോനെ കിട്ടിയത് അത്ഭുതമല്ല. അത് അത്ഭുതമല്ല. കാരണം എന്താ? ഇബ്രാഹിം നബിക്ക് പ്രായം 19 കഴിഞ്ഞു, എങ്കിലും ഭാര്യ പ്രായം ഉണ്ടെന്നേ ഉള്ളൂ. ഈ അടുത്ത സമയത്തല്ലേ 100 വയസ്സ് 90 വയസ്സോ എത്രയുള്ള ഒരു സ്ത്രീ പ്രസവിച്ചത്? 90 വയസ്സുള്ള ഒരു സഹോദരി പ്രസവിച്ചു. അത്ഭുതപ്പെടാനൊന്നുമില്ല സഹോദരങ്ങളെ, അത്ഭുതപ്പെടാനൊന്നുമില്ല. ആണ് പെണ്ണായും പെണ്ണാണായും മാറുന്ന ഈ ലോകത്ത് എന്താണ് ഒരത്ഭുതം നമുക്കില്ല. ഇപ്പൊ നടക്കുന്ന ഒന്നിലും ഒരു അത്ഭുതമില്ല, ഒരു അഡ്വഞ്ചർ ഇല്ല ഇതിലൊന്നും. കാരണം എന്താണ്? ഒരു അത്ഭുതവും നമുക്ക് വേണ്ട. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിലും ഇസ്ഹാഖും എന്ന മകനെ കിട്ടിയത് അത്ഭുതമില്ല.
എന്തുകൊണ്ടെന്നാൽ അവരുടെ ഭാര്യ പ്രായാധിക്യം ചെന്നവര് മാത്രമേ ഉള്ളൂ. പക്ഷേ സക്കരിയാ നബിയുടെ ഭാര്യ അങ്ങനെയല്ല. സക്കരിയാ നബിക്ക് പ്രായമേറെയായി. പക്ഷേ മാത്രമല്ല ഭാര്യ ആരാ? വകാനത് ഇംറഅതി ആഖിറാ. മറിയമിലെ സക്കരിയാ നബിയുടെ ദുആയാണ് വകാനത് ഇംറഅതി ആഖിറാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ മലടിയാണ് പടച്ചവനെ. മലടി മച്ചി. വകാനത് ഇംറഅതി ആഖിറാ. എന്റെ പ്രിയതമ മച്ചിയാണ് റബ്ബേ. അവള് പ്രസവിക്കാത്തവളാണ്. പ്രസവിക്കാത്തവൾക്ക് അല്ലാഹു ആരെ കൊടുത്തു? വവഹബ്നാ ലഹു യഹ്യാ. അവർക്ക് നാം യഹ്യ എന്ന ഒരു മോനെ കൊടുത്തു, പേരിട്ട് കൊടുത്തു. ആ മകനെ നബിയാക്കി യഹ്യ നബി അലൈഹിസ്സലാം. എന്റെ അള്ളാഹുവിന് കഴിവുണ്ട്. എന്താ കാര്യം? യഹ്യ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ സ്വീകരിക്കാനുള്ള കാരണം സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ശൈലി മൂന്നാമത് നമ്മൾ അനുവർത്തിക്കേണ്ട ശൈലിയാണ്. ഏതെന്നറിയോ? പടച്ചവനെ, നീ ഞാൻ ഈ ചോദിക്കുന്ന കുഞ്ഞിനെ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ വാലറ്റുപോയി, എനിക്ക് അനന്തരാവകാശികളില്ല എന്ന് പറഞ്ഞാൽ ഈ ചോദിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എനിക്ക് ബോധ്യമുണ്ട് എന്ന് റബ്ബിനോട് പറയാം. അല്ലാഹുവേ, എന്റെ മോനെ നീ ഗൾഫിൽ പോകാനുള്ള ഒരു അവസരം കൊടുക്കണേ അല്ലാഹ്. നീ എത്ര പേരെ ഗൾഫിൽ വിട്ടു റബ്ബേ, നീ എനിക്കൊരു മോനെ തന്നല്ലോ റബ്ബേ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട മോനെ നീ വിദേശത്തേക്ക് പോകാനുള്ള ഒരു സൗകര്യം കൊടുക്കണേ അല്ലാഹ്. ഇത് റബ്ബിനെ പുകഴ്ത്തല്. രണ്ടാമത്, അല്ലാഹുവേ, ഞാൻ ചോദിക്കാൻ നിന്റെ ഒരു അടിമയാണ്, നിന്റെ ഒരു എളിയ ദാസിയാണ്, ഒരു ദാസനാണ്, എനിക്ക് നീയല്ലേ ഉള്ളൂ. അപ്പൊ സ്വയം ലഅഫ് പ്രകടിപ്പിച്ചതായി. പിന്നെ പറയണം, അല്ലാഹ് ഗൾഫിലേക്ക് പോയില്ലെങ്കിൽ കുടുംബം വലിയ പട്ടിണിയിലാണ്, അല്ലാഹ് അവൻ പോയാൽ എന്തെങ്കിലും പച്ച പിടിക്കുള്ളൂ, നീ കരുണ ചൊരിയണേ. അപ്പൊ മൂന്നാമത്തതുമായി. ഇത് ഇത്രേ പറഞ്ഞുള്ളൂ ഖുർആൻ. ലോകത്തെ ആദ്യത്തെ പ്രാർത്ഥന ഏതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിഞ്ഞത്. ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന ഏതാ? ആദം നബി ഹവ്വ ബീവിയും ചെയ്ത പ്രാർത്ഥന ഏതാ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ, ഞങ്ങളുടെ ശരീരത്തോട് ദുൽമ കാണിച്ചു അല്ലാഹ്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ശരീരത്തോട് ഞങ്ങൾ ദുൽമ കാണിച്ചു. വഇല്ലം തഗ്ഫിർ ലനാ, നീ പൊറുത്തില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങൾക്ക് കരുണ കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും റബ്ബേ. അപ്പൊ മൂന്ന് നബിമാരുടെയും ദുആയിൽ നിന്ന് നമുക്കുള്ള പാഠമേതാണ്? ചോദിക്കുമ്പോ ഒന്ന് റബ്ബിനെ പരമാവധി പുകഴ്ത്തുക, രണ്ട് നമ്മുടെ ബലഹീനത പരമാവധി വെളിപ്പെടുത്തുക, മൂന്ന് അല്ലാഹുവേ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന നഷ്ടം എനിക്ക് ബോധ്യമുണ്ട് റബ്ബേ. ഇത് പറഞ്ഞാൽ ഫസ്തജബ്നാ, ഉത്തരമല്ല തരുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ റമളാനിന്റെ മുബാറക്കിന്റെ ആയത്തുകളെ സംബന്ധിച്ച് പറയുന്നതിന് ഇടയിൽ അല്ലാഹ് പറഞ്ഞതാണ്, വഇദാ സഅലക ഇബാദി അന്നി, എന്നെ പറ്റി അങ്ങയോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅ, എന്നോട് ചോദിക്കുന്നവനൊക്കെ ഞാൻ ഉത്തരം കൊടുക്കും. അതുകൊണ്ട് ഫൽയസ്തജീബൂലി, എന്നോട് ഉത്തരം തേടട്ടെ, വൽയുമിനൂ ബി, എന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർശുദൂൻ, അവർ സന്മാർഗികളാകും നബിയേ. അപ്പൊ സന്മാർഗത്തിന്റെ പന്താവ് ദുആയിൽ കാതൽ, ഏറ്റവും മർമ്മം അത് ദുആയാണ്. അത് ദുആയാണ്. എല്ലാം ദുആയല്ലേ? നിസ്കാരം ദുആ, നിസ്കാരം ദുആ, എല്ലാം ദുആ. ദുആ ഇല്ലാത്ത ഒരു അമൽ നിങ്ങൾ പറ, ഒരു അമൽ പറ. ദുആ ഇല്ലാത്ത ഒരു അമൽ നിങ്ങൾ പറ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാം ഇബാദത്താണല്ലോ. എത്രത്തോളം? ബാത്റൂമിൽ പോകുന്നത് പോലും ഇബാദത്താ ഒരു മുഅ്മിന്. ബാത്റൂമിൽ പോകുന്നത്
ഇബാദത്താണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഇബാദത്താണ്. ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് പല ആശങ്കയായി. നബിയെ, അങ്ങനെയൊക്കെ ഉണ്ടോ? അത് അവരുടെ ശരീരത്തിന്റെ ദാഹം തീർക്കാൻ പോകുന്നതല്ലേ, അതും ഇബാദത്താവുന്നത് എങ്ങനെയാ? നബി തങ്ങൾ ചോദിച്ചു, ഏതെങ്കിലും ഒരു അന്യ പെണ്ണിനെ കൈവച്ചാൽ അതിൽ തിന്മയുണ്ടോ, അതിൽ കുറ്റമുണ്ടോ? ഉണ്ട്. എന്നാൽ സ്വന്തം ഭാര്യയെ സമീപിക്കുമ്പോ അതിൽ പുണ്യവുമുണ്ട് സഹാബാ. ഇബാദത്താണത്. അതുകൊണ്ടല്ലേ ദുആ, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ. ഞങ്ങളുടെ ഈ സംഗമത്തിലും ഞങ്ങളുടെ സംഗമത്തിലുണ്ടാകുന്ന കുഞ്ഞിലും നീ പിശാചിനെ അകറ്റണേ അല്ലാഹ്. ദുആ ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് മക്കൾ കണ്ണി കണ്ടവന്റെ കൂടെ ഓടുന്നത്. ഈ ദുആ ഇല്ലാത്തതുകൊണ്ടാണ് പോയത്. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ദുആ ഇല്ലാത്തത് കൊണ്ട് ശൈത്താൻ കൊണ്ടുപോയത് മക്കളെ. ഈ ദുആ ഇല്ലാത്തത് കൊണ്ടാണ് പിഴച്ചു പോകുന്നത്. അപ്പൊ ദുആ ഉണ്ട്. ബാത്റൂമിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസി, ആൺ പെൺ പിശാചിൽ നിന്ന്. അതിന് ചില ആളുകൾ ആൺ കൊതു പെൺ കൊതു എന്ന് പറയുന്നു. അപ്പൊ ആൺ പെൺ പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ട് അകത്തോട്ട് കയറുന്നു. പള്ളി കയറുമ്പോ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. പള്ളിയിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. എവിടെയാ ദുആ ഇല്ലാത്തത്? വാഹനം കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅത്താഇസ് സഫർ വകഅബത്തിൽ മൻദർ വസൂഇൽ മുൻഖലബി ഫീ മാലി വൽ അഹ്ലി വൽ ബലദ്. എല്ലാത്തിനും ദുആയല്ലേ. ഏതിലാ ദുആ ഇല്ലാത്തത്? ദുആയാണ് ഒരു മനുഷ്യന്റെ ഇബാദത്ത്.